ഭീഷ്മശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ പിന്നീട് അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ശാലിനിയും കുട്ടികളും ഒക്കെ കിടക്കുകയാണ്. അന്നേരം കുട്ടികളൊക്കെ ഉറക്കമാവുന്നുണ്ട്. പക്ഷേ ശാലിനിയാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ശിവൻ എവിടെയെന്ന് പറഞ്ഞിട്ട് ശാലിനി നോക്കാനായിട്ട് ഇങ്ങനെ ഹാളിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശിവനിങ്ങനെ സോഫയിൽ കിടന്നിങ്ങനെ നല്ല ഉറക്കമാണ്. അന്നേരം നോക്കുമ്പോൾ ഷീറ്റ് മൂടി ഇല്ലാത്തതുകൊണ്ട് ശാലിനി അകത്ത് പോയി ഷീറ്റ് എടുത്തുകൊണ്ട് വന്ന് മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്തിനാ ശിവ നമ്മളെ സഹായിച്ച്, എന്നെയും കുട്ടികളെ സഹായിച്ച് ഇങ്ങനെ കൂടെ നിൽക്കുന്ന എന്തിനാ? യാതൊരു ബന്ധവും നമ്മൾ തമ്മിലില്ലല്ലോ, എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പാവം എന്ന് പറഞ്ഞ് നോക്കിയിട്ട് ശാലിനി അങ്ങ് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനുശേഷം അത് പിറ്റേന്നാണ് കുട്ടികൾക്ക് ടൂറിന് പോകേണ്ടത്. അന്നേരം രാവിലെ അലാറം കേട്ട് ശിവനാണെങ്കിൽ ഉറക്കം ഉണരുന്നുണ്ട്. എന്നിട്ട് ഈ ഷീറ്റ് ഇപ്പോൾ എന്നെ ആരാ മൂടിയതെന്നും പറഞ്ഞ് ഷീറ്റൊക്കെ നോക്കി കുറേ നേരം ശിവൻ ഇരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ശാലിനിയും കുട്ടികളും ഉണർന്നിട്ടില്ല. അന്നേരം ശിവനാണെങ്കിൽ വന്ന് വിളിക്കുകയാണ്, ഇത് പോകാൻ സമയമായി, എഴുന്നേൽക്കുന്നില്ലേന്നും. അന്നേരമാണ് ശാലിനി ഉറങ്ങിപ്പോയി എന്നും പറഞ്ഞ് എഴുന്നേൽക്കുന്നത്. അന്നേരം സത്യയെ വിളിച്ച് ഉണർത്തുന്നുണ്ട്. അന്നേരം പപ്പിയും വിളിക്കും അമ്മയെന്ന്. അന്നേരം മോള് പോയി റെഡി, അപ്പോഴത്തേക്കും പപ്പിയെ വിളിക്കാമെന്ന് പറയുക. തുടർന്ന് ശേഷം കുട്ടികൾ കുളിച്ചൊക്കെ ഒരുങ്ങി റെഡിയായി വരുന്നുണ്ട്. അന്നേരം ശാലിനി ബാഗിൽ കുട്ടികൾക്ക് പോകാനുള്ള സാധനങ്ങളും എല്ലാം ഒക്കെ എടുത്തു വയ്ക്കുകയാണ്. അന്നേരം ഓരോന്നോരോന്ന് എടുത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്, എല്ലാം അവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ പറയും. എന്നിട്ട് മരുന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. പനിയോ ജലദോഷമോ എന്തെങ്കിലും വന്നാൽ ടീച്ചറിനോട് പറഞ്ഞ് ഇത് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് വയ്ക്കുമ്പോൾ കുട്ടികളെല്ലാം പറഞ്ഞ് സമ്മതിച്ച് നിൽക്കുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ ഓരോന്ന് പറക്കൊണ്ട് വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും വയ്ക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശിവൻ റെഡി ആവുന്നില്ലേ? അന്നേരം നിങ്ങളെല്ലാം റെഡിയായിട്ട് വരുമ്പോൾ 5 മിനിറ്റ് ഞാൻ ദേ റെഡിയായി എന്ന് പറഞ്ഞ് ശിവൻ ദേ കുളിച്ചിട്ട് വരാൻ തിരിയുന്നുണ്ട്. എന്നിട്ട് ശിവൻ പറയുകയാണ്, അല്ല കുട്ടികൾക്ക് കൊണ്ടുള്ള ചിപ്സും മിച്ചറും ഇവിടെ ഇരിക്കുകയാണ്, അതെടുത്ത് ബാഗിൽ വെക്കണേന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ വെച്ചോളാം, ശിവൻ പോയി റെഡി ആവും എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ദേ പോയി ഇതാ വന്നു എന്നും പറഞ്ഞ് ശിവനാണെങ്കിൽ പോകുന്നുണ്ട്. അതിനുശേഷം അവർ റെഡിയായിട്ട് വരികയാണ്. അന്നേരം അതിന് മുന്നേ ശാലിനി പറയുന്നുണ്ട്, അച്ഛൻ അവിടെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയായിരിക്കും, വഴിപാടിനുള്ള ആൾരൂപം വാങ്ങിക്കണ്ടേന്ന് പറയുകയാണ്. നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടില്ലേ ചെല്ലാന്ന്. അന്നേരം അതേസമയം രാഘവൻ നേരം അവിടെ നേരത്തെ ഉണർന്ന് ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യഭാമയാണെങ്കിൽ നല്ല ഉറക്കത്തിലുമാണ്. ഭാമ അറിയുന്നില്ല ഈ കുട്ടികൾ വരും ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുള്ളതൊന്നും അറിയുന്നില്ല. ഭാമ നല്ല ഉറക്കത്തിലുമാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവരിങ്ങനെ 4 പേരും കൂടി ബൈക്കിൽ, ശിവൻ്റെ ആ ഒരു ബൈക്കിലാണ് വരുന്നത്. അന്നേരം ആദ്യം പപ്പി, പിന്നീട് ശിവനാണ് ഇരിക്കുന്നത്, പിന്നീട് സത്യ, പിന്നീട് ലാസ്റ്റ് ശാലിനി. അന്നേരം ശാലിനിക്ക് ഇരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ശിവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല കുഴപ്പമില്ല, ഞാൻ നേരെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്നൊക്കെ. അന്നേരം ശാലിനി പറയുകയാണ്, നമ്മൾ നേരത്തെ ഒരു വണ്ടി അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളത്. അന്നേരം നമ്മൾ എത്ര പേരെ വിളിച്ച് നോക്കി, കമലൻ്റെ ഓട്ടോ വരെ പണി മുടക്കിയില്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ വരേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് അവർ വരുന്നുണ്ട്. എന്നിട്ട് സത്യഭാമയുടെ വീട്ടിൻ്റെ അവിടെ അങ്ങ് ഗേറ്റിൻ്റെ വെളിയിൽ ഇങ്ങനെ വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, സത്യയോടും പപ്പിയോടും പറയുകയാണ്, നിങ്ങൾ ചെല്ല്, നിങ്ങൾ പോയി വാങ്ങിച്ചുകൊണ്ട് വാന്ന്. അന്നേരം നോക്കുമ്പോൾ രാഘവൻ നേരം അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. പക്ഷേ ഈ ടൈമിൽ അവിടെ രാഘവൻ നായരുടെ ഫോൺ ബെല്ലടിച്ച് സത്യഭാമ ഉണരുകയാണ്. അന്നേരം ഇതിപ്പോൾ രാഘവേട്ടൻ എവിടെ പോയി എന്നും പറഞ്ഞ് ഭാമ ഉണർന്ന് നോക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്ന കാണുകയാണ്. അന്നേരം ഫോൺ എടുത്തുകൊണ്ട് വരുമ്പോൾ ഉമ്മറത്തിങ്ങനെ രാഘവൻ നായർ ഇരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം ഉറക്കമില്ലാതെ ഇവിടെ വന്ന് ഇരിക്കുകയാണോ? അന്നേരം നിനക്ക് ഉറക്കമുണ്ടല്ലോ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നിങ്ങനെ രാഘവൻ നായർ പറയുകയാണ്. അന്നേരം നിങ്ങൾക്ക് ഉറക്കമില്ല, ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ ഫോണും കൂടി എടുത്തുകൊണ്ട് വന്നിരിക്കണം, ബാക്കിയുള്ളവരുടെ ഉറക്കം കൂടി കളയുന്ന എന്തിനാന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നും പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കൊടുക്കുകയാണ്. അന്നേരം ശരി എന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം ദേ സത്യഭാമ വന്നു, സത്യാമ്മ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞ് ശിവൻകുട്ടികളെ ഇങ്ങനെ പിടിച്ച് നിർത്തുകയാണ്. അന്നേരം അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാഘവൻ നായരും സത്യഭാമയും തമ്മിൽ സംസാരിക്കുന്നു. എന്നിട്ട് ഭാമ അങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, അല്ല ഇരിക്കുന്നതൊക്കെ കൊള്ളാം, ഇവിടെ എങ്ങാനും ഇരുന്നു വേണം, ഇറങ്ങിയെന്നും പൊക്കിളരുതെന്ന് പറയുകയാണ്. എന്നിട്ട് സത്യഭാമയും അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ദേ സത്യാമ്മ പോയി, ഇനി നിങ്ങൾ ചെല്ല് എന്നിങ്ങനെ പറഞ്ഞ് പപ്പിയും സത്യയും കൂടി പറഞ്ഞു വിടുകയാണ്. അന്നേരം കുട്ടികളെ ഗേറ്റ് കടന്നകത്തേക്ക് വരുന്നത് രാഘവൻ നായർ കാണുന്നുണ്ട്. മക്കൾ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിനു മുന്നേ രാഘവൻ നായർ ഈ ഭാമ പോയ ശേഷം ഇതിപ്പോൾ ആരാ ഫോൺ വിളിച്ചത്, ഇനി കുട്ടികളെങ്ങാനും ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അത് അലാറമായിരുന്നു. അലാറമായിരുന്നു, ഓഫ് ചെയ്യാൻ മറന്നുപോയി, അതുപോലും അവൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കുട്ടികൾ അങ്ങോട്ടത്തേക്ക് ചെല്ലുന്നത്. അന്നേരം മക്കൾ വന്നാട്ടെ, അന്നേരം ഞങ്ങൾ കുറേ നേരമായി വന്നിട്ട് സത്യാമ്മ ഉള്ളതുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. അന്നേരം നിങ്ങൾ അച്ഛനും അമ്മയും എന്തേലും ചോദിക്കുമ്പോൾ അവർ പുറത്ത് നിൽക്കുകയാണ്, ഇനി സത്യാമ്മയും കാണും കണ്ടാലോ. അന്നേരം നിങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ബൈക്കിലാണ് എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ രാഘവൻ നായർ ഈ ആൾരൂപം അത് ഒരു
പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അന്നേരം അതെടുത്ത് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് അവിടെ ശുചീന്ദ്രത്ത് ഹനുമാൻ കോവിൽ തന്നെ ഇടണം കേട്ടോ, നിങ്ങളുടെ വിഷ്ണു അച്ഛന് വേണ്ടി അച്ഛൻ നേർന്നതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അന്നേരം ഞങ്ങൾ പോട്ടേന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ ടൂറിന് പോവുകയല്ലേ, അപ്പോൾ ഐസ്ക്രീം വാങ്ങാം എന്നും പറഞ്ഞ് പൈസ എടുത്ത് ഒരാളുടെ പപ്പിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം താങ്ക് യു അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേർക്കും മാറി മാറി മൊത്തം കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും തിരിച്ചും കൊടുക്കുകയാണ്. അന്നേരം ശരി ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. അന്നേരം പിള്ളേർ ഇങ്ങോട്ട് കയറിയതും ഇല്ലല്ലോ, ഒന്ന് കാണാനും പറ്റിയില്ലല്ലോ, അതെങ്ങനെയാ ഇവിടെ നിൽക്കുകയല്ലേ ഫാമ എന്നും പറഞ്ഞ് രാഘവനേർ ഇരിക്കുകയാണ്. ഇനി കിടന്നാൽ ഉറക്കവും വരില്ല, ഇവിടെ എങ്ങാനും ഇരിക്കാമെന്നും പറഞ്ഞ് രാഘവനേർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം കുട്ടികളാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വാങ്ങിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വാങ്ങിച്ചു, ഐസ്ക്രീം കഴിക്കാൻ പൈസയും തന്നു എന്നിങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ പപ്പിയുടെ ഷാളാണെങ്കിൽ കഴുത്തിലിട്ടിരിക്കുക, അതാ നിങ്ങളുടെ ഷാൾ എന്ന് പറഞ്ഞ് തിരിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ കയറിക്കോ പെട്ടെന്നാവട്ടെ എന്ന് പറയുന്നുണ്ട്. അന്നേരം ബസ് പോകുന്നതിന് മുമ്പ് അങ്ങ് എത്തിയാൽ മതി എന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. എല്ലാവരും കൂടെ കയറി തിരിച്ച് പോവുകയാണ്. അന്നേരം ഈ ശബ്ദമൊക്കെ രാഘവനേരെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് വണ്ടി പോകണം. പക്ഷേ ശാലിനിയെയും വിഷ്ണുവിനെയും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. അതിന് ശേഷം കാണിക്കുന്നത് അവിടെ പിറ്റേന്നാണ് കാണിക്കുന്നത്. ADMൻ്റെ ആ ഒരു ഓഫീസിലെയാണ് കാണിക്കുന്നത്. ജോണിൻ്റെ ഒരു ഓഫീസാണ് കാണിക്കുന്നത്. അവിടത്തേക്ക് ഒരു കോൺട്രാക്ട്, ഒരു ഇടിക്കുളം മാത്തച്ഛൻ എന്ന് പറയുന്ന ഒരാൾ ജോണിനെ കാണാനായിട്ട് വരുന്നുണ്ട്. കൂടെ ഒരാളും കൂടിയുണ്ട്. അന്നേരം എനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നേരം ഒമേഗ പ്രോജക്റ്റിലെ ആളല്ലേ, അറിയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം നിങ്ങളൊന്ന് കാണാനാണ്, സാറിൻ്റെ ഒരു സഹായം വേണം എന്ന് പറയുന്നുണ്ട്. പരസ്പര മനോഭാവമുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അന്നേരം എൻ്റെ കാര്യങ്ങൾ എങ്ങനെ അറിയാമെന്ന് ജോൺ ചോദിക്കുമ്പോൾ ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ, ഉള്ളിലെ തരികിട എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അന്നേരം വന്ന് നിന്ന ആളിനോട് ജോൺ പറയുന്നുണ്ട് സാറിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ ഞാൻ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ, താൻ പുറത്ത് എന്ന് പറയുമ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അയാളും പോകുന്നുണ്ട്. തുടർന്ന് ഇയാൾ വന്നതൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒമേഗ പ്രോജക്റ്റ് എന്ന് വില്ലയുടെ ഇതാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് പെട്ടെന്നാണ് അങ്ങോട്ട് നിന്ന് പോയതെന്ന് പറയുന്നുണ്ട്. അന്നേരം ആരെങ്കിലും വട്ടം ചാടിക്കാണുമെന്ന് ഇങ്ങനെ ADM പറയുമ്പോൾ അത് ഇവിടുത്തെ ജില്ലാ കളക്ടർ ശാലിനിയാണെന്ന് പറയുന്നുണ്ട്. കുറച്ച് ഭൂമി അവിടെ പുറമ്പോക്കുണ്ട്, അതിലോട്ട് നമ്മൾ വില്ല ഒന്ന് ചാഞ്ഞു പോയി, ശകലം അങ്ങോട്ടത്തേക്ക് പോയി എന്ന് പറയുകയാണ്. അന്നേരം എത്ര വരുമെന്ന് ചോദിക്കുമ്പോൾ 2 മീറ്റർ എന്ന് പറയുന്നതാണ്. ഒരു നൂലിനോളം വലിപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ പറഞ്ഞു കൊടുക്കുന്നത്. അതാ 2 മീറ്ററാണോ നൂലിനോളം വലിപ്പം എന്നും പറഞ്ഞ് ഇയാൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സാറ് വിചാരിച്ചാൽ അത് നടക്കും എന്ന് പറയുമ്പോൾ പാടത്ത് ജോലി വരമ്പത്ത് കൂലി, അതാണ് എൻ്റെ ഇതെന്ന് പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ശാലിനിയുടെ വെളിയിൽ കാറിൽ വന്നിറങ്ങുന്ന സീനും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി എന്താ, അപ്പോൾ കുട്ടികൾ എന്തായാലും ടൂറിന് പോയേക്കാണ്. ഇനി കുട്ടികളെ ഇനി പിന്നെ വരുന്നവൻ താമസിക്കുമോ, ശിവനും ശാലിനി തമ്മിൽ വീണ്ടും നിമിഷങ്ങൾ ഉണ്ടാകുമോ എന്താകുമോ എന്നുള്ളതാണ്. അതോ ഇനി ശാലിനിക്കുള്ള പണി ഇയാളിലൂടെ ജോൺ കൊടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.